എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കണ്ണൂർ സ്പെഷ്യൽ കൽമാസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കണ്ണൂരുകാരൊക്കെ അധികവും നോമ്പിനും നോമ്പല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കൽമാസിൻ്റെ റെസിപ്പി. ചായക്കടയിലും തട്ടുകടയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് കൽമാസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് ഇതുപോലത്തെ ചായക്കടിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 300 ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫോ ചിക്കനോ അതുപോലെ മുട്ടയോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്തിട്ട് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ബീഫെല്ലാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ഉള്ളിൻ്റെ മസാലയിൽ ബീഫെല്ലാം നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും മല്ലിയില കട്ട് ചെയ്തതും പിന്നെ 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ മസാലയോ ബീഫ് മസാലയോ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതും തേങ്ങയൊക്കെ അത്യാവശ്യം കൂടുതൽ തന്നെ എടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 10 ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പച്ചമുളക് 1നെ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തതിന്. ചെറിയ ഉള്ളിയും അതുപോലെ സവാളയൊക്കെ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരുംജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് കൽമാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് പഴയ വീഡിയോയിൽ ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ് റെഡിയാക്കിയത്. അതിൽ മഞ്ഞൾപ്പൊടി ഇടാണ്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം മിക്സീൻ്റെ ജാറിലേക്ക് പകുതിയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ പകുതിയോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, ചെറിയൊരു തരിയായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ അരച്ചെടുത്തിന്. നമുക്ക് പച്ചരി വെച്ചിട്ട് മാത്രമല്ല പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ടും ഈ ഒരു രീതിയിൽ അരച്ചിട്ട് ഇത് റെഡിയാക്കാം.
നിങ്ങൾക്ക് പച്ചരി അല്ലെങ്കിൽ പുഴുങ്ങലരി കുതിർത്തിയിട്ട് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി എന്ന് പറയുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന, നമ്മൾ കണ്ണൂക്കാരൊക്കെ പത്തിലും ഒറോട്ടിക്കെല്ലാം പൊടിച്ചെടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. പച്ചവെള്ളത്തിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി ഇപ്പോൾ കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എവിടെയായാലും നാട്ടിലായാലും എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നേരിയതായിട്ട് പരത്തണ്ട, ഇതിൽ കാണുന്നത് പോലെ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് കൂടി പോകണ്ട. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഉരുട്ടി നല്ല ഷേപ്പാക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചരിക്ക് പകരം പുഴുങ്ങലരി നല്ല തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തി വെക്കുക. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ചേർക്കുക. തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സെയിം രീതിയിൽ തന്നെ ഒന്നുകിൽ ഈ ഒരു പത്തിലിൻ്റെ പൊടി, അല്ലെങ്കിൽ പത്തിലിൻ്റെ പൊടി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പത്തിരി പൊടി ഉണ്ടാവുമല്ലോ, അത് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി. പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ പത്തിരിപ്പൊടി ചേർക്കണ്ട, അങ്ങനെയാകുമ്പോൾ ഹാർഡായി പോവും. അതുകൊണ്ട് പത്തിലിൻ്റെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പത്തിലിൻ്റെ പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് മാവ് എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. പണ്ട് മുതലേ കൽമാസിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിലാണ് കാണൽ. കടയിലായാലും അതുപോലെ വീട്ടിലുണ്ടാക്കുന്നതായാലും ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്റ്റീം ആയതിന് ശേഷമാണ് കാണുന്നത്. ആ ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ 25 മിനിറ്റ് ആയതിന് ശേഷം എടുത്ത് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുളകിൽ മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണോളം എരിവില്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. വെള്ളം കൂടിപ്പോകരുത് കേട്ടോ. നമ്മൾ കലക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഈ ഒരു രീതിയിൽ കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ലൂസായി പോകരുത്. ഈ ഒരു തിക്നെസ്സിൽ കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കൽമാസ് ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലെല്ലാം നന്നായിട്ട് ഈ ഒരു മുളകിൻ്റെ മസാല ആക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മസാലയിൽ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച ആ ഒരു കൽമാസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി കലക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഇടയ്ക്ക് ചെയ്യലുണ്ട്. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് മസാല ഇതിൻ്റെ മുകളിൽ പിടിക്കും. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കലക്കിയെടുത്താൽ മതി. കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ആക്കുമ്പോൾ ഞാൻ അധികവും ചേർക്കലുണ്ട്. നല്ല രസമാണ്.
എന്നിട്ട് ഇതാ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഓൾറെഡി വെന്തതല്ലേ, ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രൈ ചെയ്യാണ്ടും കഴിക്കാം കേട്ടോ. അങ്ങനെയും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്നത് ഫ്രീസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഫ്രീസറിൽ വെച്ചാൽ മതി. നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് മുളകെല്ലാം പരുക്കുന്നതിന് മുമ്പായിട്ട് ചൂട് പോയതിന് ശേഷം നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയതിന് ശേഷം ഞാനിതാ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ മുഴുവനും ഫ്രൈ ആക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.